സമയം ഏകദേശം 6 മണി കഴിഞ്ഞു, ഇരുട്ടാറായി. ഇന്നൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വ്ളോഗാണ് ചെയ്യുന്നത്. നമുക്ക് വണ്ടി റെഗുലർ ചെക്കപ്പ് നമ്മൾ ചെയ്യണം. ഒന്നുകിൽ ഡെയിലി ചെയ്യണം, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ. പ്രത്യേകിച്ച് ലോങ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു റെഗുലർ ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ടാറ്റ ഓൾട്രോസ് ആണ്. നോർമലി ഉള്ള വണ്ടികൾക്കൊക്കെ ഇവിടെയാണ് ബോണറ്റിൻ്റെ ഇത് വരുന്നത്, ലോക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, ഓരോ വണ്ടിക്ക് അത് ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഏകദേശം തുറന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ലോക്ക് കാണും, അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്റ്റിക്കുണ്ട്, അതെടുക്കും. ഈ റെഗുലർ ചെക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൂളൻ്റ് വാട്ടർ ഇതിൽ വീത്താം. വെള്ളമല്ല വീത്തേണ്ടത്, അത് കൂളൻ്റ് തന്നെ വാങ്ങിച്ച് വീത്തണം. അത് ടോപ്പ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ചില പ്രീമിയം കാർസിനൊക്കെ ഇവിടെയാണ് വരുന്നത് ടോപ്പ് ചെയ്യാൻ. ചിലതൊക്കെ നമുക്ക് വെളിയിൽ തന്നെ ഇങ്ങനെ കാണും. പിന്നെ ഉള്ളത് വൈപ്പർ ഫ്ലൂയിഡ്, അതിനുശേഷം ബ്രേക്ക് ഫ്ലൂയിഡ്. അത്യാവശ്യ സാധനമാണ് ബ്രേക്ക് ഫ്ലൂയിഡ്, അത് വേണം. പിന്നെ ഉള്ളത് ഓയിൽ ചെക്ക് ചെയ്യണം. ഇതിലാണ് ഈ ഡിപ് സ്റ്റിക്ക് നോക്കിയാണ് ഓയിൽ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഫ്യൂസ് ബോക്സ് അത് നോക്കേണ്ട കാര്യമില്ല, പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഇത് ടർബോര ഇൻടേക്കാണത്. ഇതാണ് ഇൻടേക്ക്. ഇത് ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഇതിന് ടർബോ ഉണ്ട്. ഇതാണ് എൻ്റെ ടർബോ. ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു 90 ഹോഴ്സ് പവറിൻ്റെ ടർബോയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ എയർ ഇൻടേക്ക് ഫിൽറ്ററാണ്. ഇതും ക്ലീൻ ചെയ്യണം. ഇതാണ് എയർ ഇൻടേക്ക് മെയിൻ. പിന്നെ ഇത് ബാറ്ററി നമുക്കിവിടെ ചെക്കപ്പുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്കത് ഇവിടെ തോന്നുന്നു ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും. ഒരു ഗ്രീനിഷ് സംഭവം കാണാം. ഒരു ഗ്രീനിഷ് കാണാൻ പറ്റും. ഗ്രേ ആണെങ്കിൽ ബാറ്ററി കേടായി, ഗ്രീനിഷ് ആണെങ്കിൽ ബാറ്ററി ഇപ്പോഴും ഉണ്ട്. ഇത് ഏകദേശം ഒരു 3-4 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ബാറ്ററി ഏകദേശം പോകാറായി കാണും. അപ്പോൾ അത് നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇതിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കാണുമെന്നും അറിയത്തില്ല, ബട്ട് കറക്റ്റ് ഫോക്കസ് ആവുന്നില്ല. ഓക്കെ ഇപ്പോൾ കാണുമല്ലോ. നല്ലൊരു തുണി വെച്ച് നല്ലപോലെ അത് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് എഞ്ചിനിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റിട്ടേ ഒന്ന് വെക്കുക. ജസ്റ്റ് വെച്ചിട്ട് ഒന്നും കൂടി എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഓയിലിൻ്റെ ലെവൽ ഓക്കെയാണ്, പക്ഷേ ഓയിൽ ഓടിക്കഴിഞ്ഞു. നല്ല ഡാർക്കിഷ് ആയിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 8000 കിലോമീറ്ററോളം ഓടി ഈ ഓയിൽ വീത്തിട്ട്. ഓക്കെ, വിത്തിൻ 2 or 3 months ഐ തിങ്ക് സോ. അപ്പോൾ എന്തായാലും ഇത് ഓടിക്കഴിഞ്ഞു. ഇത് ഓയിൽ മാറ്റേണ്ട സമയമായി. ഓയിൽ വീത്തേണ്ട സമയത്ത് നോക്കേണ്ടത് ഓരോ ഓയിലിന് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇൻ്റർനാഷണൽ വേരിയൻ്റ് ആണെങ്കിൽ സിൽവർ, ബ്രോൺസ്, ഗോൾഡ് അങ്ങനെ വരും. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ വോൾട്ട്, 0 വോൾട്ട്, പിന്നെ 15, 20, 25 അങ്ങനെയൊക്കെ വരും. ഇത് 0 വോൾട്ടാണ് വീത്തേണ്ടത്. 0 വോൾട്ട് ആണ്. അതായത് സിന്തറ്റിക് ഓയിൽ, സെമി അല്ല, പാർഷ്യലി അല്ല, ഫുൾ സിന്തറ്റിക് ഓയിൽ, അതാണ് വീത്തേണ്ടത്. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് വൈപ്പർ ഫ്ലൂയിഡാണ്. അതിൽ വെള്ളം നമ്മൾ വീത്താൻ പോകുന്നത് വൈപ്പർ ഫ്ലൂയിഡ് വെള്ളമാണ്. പയ്യെ വീത്താം. ഇതിന്ന് ഫുള്ളായെന്ന് തോന്നുന്നു. യെസ്, ഫുള്ളായി. വെള്ളത്തിൻ്റെ പ്രഷർ കാരണം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പ്രശ്നമില്ല, ഇത് ഫുള്ളി വാട്ടർ പ്രൂഫ് എഞ്ചിനാണ്. നമുക്ക് വെള്ളം അടിച്ച് കഴിവതില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു. ഓക്കെയാണ്. ഓക്കെ അല്ല, മാറ്റാൻ ടൈമായിട്ടുണ്ട്. പക്ഷേ ലെവലിലൊന്നും വ്യത്യാസമില്ല. പിന്നെ വൈപ്പർ ഫ്ലൂയിഡ് വെള്ളം വീത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ പോവേണ്ടത് ഇവരെയാണ്. ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതങ്ങനെ തീരാൻ ചാൻസ് കുറവാണ്. ഓ മൈ ഗോഡ്, അവനും കുറവാണല്ലോ. ഓക്കെ, ഇവനും വീത്തണം. ഇവനും ബ്രേക്ക് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇവനും വീത്തേണ്ടി വരും. ഓക്കെ, ടോപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്ത 2 സാധനമുണ്ട്. ഇത് AC. ഇത് ACയുടെ ഇത് ചെക്ക് ചെയ്യുന്നതാണ്. ഇത് ACയുടെ ഇന്നാണ്, ഇത് AC ഔട്ടാണ്. കംപ്രസറിലൊക്കെ ഇന്നും ഔട്ടും പോകുന്നതാണ്. ഇതിനകത്ത് പ്രഷർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, അത് വെളിയിൽ തന്നെ കുറച്ച് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനിയുള്ളത് കൂളൻ്റാണ്. കൂളൻ്റിനെ പറഞ്ഞാൽ ഇവിടെയാണ് ടോപ്പ് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സ്ക്രൂ ഡ്രൈവർ വേണം. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് അയക്കാൻ മതി. ഇവിടെയാണോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ലിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? കൂളൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കൂളൻ്റ് ഇതിലുണ്ട്. ഇതിൽ വെള്ളം വീത്തിക്കൂടാ, കൂളൻ്റ് തന്നെ വീത്തണം. ഓക്കെ, അങ്ങനെ കൂളൻ്റ് ഓക്കെയാണ്. നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്യാം. അതും ഓക്കെയാണ്.
കൂളൻ്റ് ക്ലോസ് ഈസിയാണ്, ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇതിലെ ഒരു ഔട്ടർ സിലബസ് കാര്യമുണ്ട്, അതിനെ പറഞ്ഞുതരാം എന്താണെന്ന്. നിങ്ങൾ ഈ ബാഡ്ജ് ശ്രദ്ധിച്ചു, ടി, ദെൻ ഇവിടെ ടി ഉണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് വണ്ടി ഫ്രണ്ട് ഇടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സാധനം റീപ്ലേസ് ചെയ്തതിന് രണ്ടാമത് വരുന്ന സാധനം, ടാറ്റ രണ്ടാമത് തരുന്ന സാധനം ക്ലെയിം ചെയ്തോ ഇൻഷുറൻസോ കവർ ചെയ്തോ നമുക്ക് രണ്ടാമത് സാധനം തരുവാണെങ്കിൽ വെക്കുവാണെങ്കിൽ ഇതിനെ ബാഡ്ജ് കാണത്തില്ല. ഓക്കെ, അതായത് ഭാവിയിൽ നമ്മൾ ഈ വണ്ടി സെല്ല് ചെയ്യാൻ പോകണമെങ്കിൽ അറിയാമെന്നുള്ളവർക്ക് വന്ന് ഈ ജസ്റ്റ് ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി, ഓപ്പൺ ചെയ്തിട്ട് ഇത് നോക്കിയാൽ മതി. ഇത് തീ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വണ്ടി ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് സാധനം. അതിപ്പോൾ ആക്സിഡൻ്റ് ആവാം, അല്ലെങ്കിൽ ഇത് പൊട്ടി, എന്തായാലും ഇത് ക്ലെയിം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവും. പിന്നെ അതിനുശേഷം എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ നമുക്ക് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, കാരണം അത് എലങ്കി വെച്ച് അടച്ചിരിക്കുകയാണ്. നോർമലി ഉള്ള നമുക്ക് ജസ്റ്റ് പാഡൽ ലോക്കോ അങ്ങനത്തെ ഒന്നുമല്ല, ഇത് ഹാൻഡ് സ്ക്രൂ അങ്ങനെ ഒന്നുമില്ല, എലങ്കിയാണ്. അത് സർവീസ് സെൻറ്ററിൽ തന്നെ അത് ക്ലീൻ ചെയ്യേണ്ടി വരും. ക്ലീൻ ചെയ്യുന്നില്ല, ഇത് റീപ്ലേസ് ആണ് എൻ്റെ എയർ ഫിൽറ്റർ. കാരണം ഇതിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. എയർ ഫിൽറ്റർ ഇത്ര 5000 കിലോമീറ്റർ തന്നെ മാറ്റിക്കണം, കാരണം ടർബോയ്ക്ക് അത് വളരെ പ്രശ്നമാവും, കാരണം എയർ ഇൻടേക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ അത് മാറ്റണം. ഇനി നമുക്ക് സർവീസ് സെൻറ്ററിൽ പോയി ചെയ്യേണ്ട കാര്യം എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം, പിന്നെ ഇതിന് ടോപ്പപ്പ് ചെയ്യണം, ജസ്റ്റ് അത് ബ്രേക്ക് ഫ്ലൂയിഡ് ടോപ്പപ്പ് ചെയ്യണം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം, വേറെ ഒന്നുമില്ല. ഇന്നത്തെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഞാനത് ചെക്ക് ചെയ്യാൻ കാരണം നാളെ ഞാൻ ലോങ് പോകുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്നൊരു ഏകദേശം 100-120 കിലോമീറ്റർ വൺ സൈഡ് വരും. 200-300 കിലോമീറ്ററിനകത്ത് ഞാൻ നാളെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെക്ക് ചെയ്തത്. ഇതൊക്കെ നോർമൽ ചെക്കപ്പാണ്. ദെൻ പോകുന്ന വഴിക്ക് ടയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും, വേറെ ഒന്നുമില്ല.